ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കഴിഞ്ഞ അധ്യായത്തിൽ ആത്മദേവൻ ഗോകർണൻ്റെ ഉപദേശാനുസരണം ദിവസവും ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ സേവിക്കുകയും അവസാനത്തിൽ ശ്രീകൃഷ്ണനോട് യോജിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞല്ലോ. ആത്മദേവൻ്റെ പ്രവസനാനന്തരം ദുന്ദുകാരി മാതാവിനെ കഠിനമായി ഉപദ്രവിച്ചു. മുതലെവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? പറയുക, പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ദണ്ഡം കൊണ്ട് അടിച്ചു കൊല്ലുമെന്ന് മാതാവിനോട് പറഞ്ഞുപദ്രവിച്ചു. ഇപ്രകാരം അവൻ പറയുന്നത് കേട്ടിട്ടുണ്ടായ ഭയം കൊണ്ടും പുത്രനിൽ നിന്നുള്ള താടനാദി ക്ലേശം സഹിപ്പാൻ കഴിയാത്തതുകൊണ്ടും മാതാവായ ദുന്ദുലി ഒരു നാൾ രാത്രി കിണറ്റിൽ ചാടി മരിച്ചു. ദുർജന സഹവാസം സജ്ജനത്തിന് സമാധാനത്തിനുപകരിക്കുന്നതല്ലെന്നുള്ള ആപതോക്തിയെ അനുസരിച്ച് ഗോകർണൻ തീർത്ഥയാത്രയ്ക്കായിക്കൊണ്ട് പുറപ്പെട്ടുപോയി യോഗനിഷ്ഠയെ സമാശ്രയിച്ചു. അവന് പ്രാകൃതന്മാർക്കുള്ളതുപോലെ ദുഃഖമോ സുഖമോ ബന്ധുവോ ശത്രുവോ ഒന്നുമില്ലായിരുന്നു. ദുന്ദുകാരി മാതൃമരണാനന്തരം 5 വേശ്യാസ്ത്രീകളോടുകൂടെ ഗൃഹത്തിൽ വസിച്ചു. അതിഘോര കർമ്മങ്ങളെ നടത്തിത്തുടങ്ങി. ആ വേശ്യകളെ പരിപാലിപ്പാൻ വേണ്ടി എന്തും ചെയ്യുവാൻ ഉറക്കത്തക്കവണ്ണം മൂഢബുദ്ധിയായിരുന്നു. ഒരിക്കൽ കുലടകളായ ആ സ്ത്രീകൾ ആഭരണാദികൾ കൊണ്ടുവന്നു തരണമെന്നാവശ്യപ്പെട്ടു. കാമത്താൽ വിചാരശക്തി നശിച്ചതിനാൽ കണ്ണു കാണാത്തവന് തുല്യനായി മരണമുണ്ടെന്നുകൂടെ സ്മരിക്കാതെ ദുന്ദുകാരി പല ദിക്കിൽ നിന്നും ധനം കവർന്ന ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നു. അവർക്ക് കുറേ വസ്ത്രങ്ങളും കൊടുത്തു. ഇവൻ കൊണ്ടുവന്നിരിക്കുന്ന അതീവ ധനത്തെ കണ്ടിട്ട് ആ സ്ത്രീകൾ രാത്രിയിൽ കൂടിയാലോചന ചെയ്തു. ഇയാൾ ദിവസം പ്രതി കളവു ചെയ്യുന്നു, അതുകൊണ്ട് രാജാവ് ഇയാളെ പിടിക്കും. മുതലെല്ലാം അപഹരിച്ച ശേഷം നിശ്ചയമായും സംഹരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ധനങ്ങളെ സംരക്ഷിപ്പാനായിട്ട് ആരുമറിയാതെ നമ്മൾ തന്നെ ഇയാളെ എന്തുകൊണ്ട് കൊന്നുകൂടാ? ഇയാളെ സംഹരിച്ച ശേഷം മുതൽ മുഴുവനും എടുത്തും കൊണ്ട് നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കളയാം എന്നിപ്രകാരം അവർ ആലോചിച്ചുറപ്പിച്ചു. അവൻ ഉറങ്ങുമ്പോൾ കഴുത്തിൽ കയറ് കെട്ടി വധിപ്പാനൊരുങ്ങി. അവൻ മഹാപാപിയായതുകൊണ്ട് വേഗം മരിച്ചില്ല. അപ്പോൾ ആ സ്ത്രീകൾ കത്തുന്ന തീക്കനൽ കോരിക്കൊണ്ടുവന്ന് അവൻ്റെ മുഖാന്തർഭാഗത്തിൽ നിറച്ചു. അഗ്നിജ്വാലയേറ്റുണ്ടായ അതിദുഃഖത്താൽ വ്യാകുലപ്പെട്ടവൻ മരിക്കുകയും ചെയ്തു. അവൻ്റെ ശവശരീരത്തെ ഭൂമിയിൽ കുഴിച്ചിട്ടു. നാട്ടിലുള്ള ആളുകൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ, ഞങ്ങളുടെ വല്ലഭൻ ദൂരദിക്കിലേക്ക് പോയിരിക്കുന്നു. ഇവിടെയുള്ള ധനം വിട്ടിരിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സു വരികയില്ല. ഇക്കൊല്ലം മടങ്ങി വരുമെന്ന് പറഞ്ഞു. പണം കൊടുക്കുന്നവരെ എല്ലാം ഭർത്താവായി സ്വീകരിക്കുന്ന ആ കുലടകൾ ധനം അപഹരിച്ചും കൊണ്ട് അവർക്കിഷ്ടമുള്ള ദിക്കിലേക്ക് യാത്ര ചെയ്തു. ദുന്ദുകാരി കുൽസിത കർമ്മനിമിത്തം മഹാപ്രേതമായിട്ട് ഭവിച്ചു. വഴിപോക്കർ വരുന്നത് കണ്ടാൽ ഭയങ്കര രൂപം ധരിച്ചു നിൽക്കും. അർത്ഥം സ്പഷ്ടമാകാത്ത വിധത്തിൽ വാക്കുകൾ ഉച്ചരിക്കും. ഈ വിധം ഇരിക്കുന്ന പ്രേതത്തെ മഹാപ്രേതമെന്ന് പറയുന്നു. നിത്യം ചുഴലിക്കാറ്റിൻ്റെ സ്വരൂപം ധരിച്ചുകൊണ്ട് 10 ദിക്കുകളുടെ മധ്യത്തിൽ ചലിച്ചും കൊണ്ട് തണുപ്പും ചൂടും സഹിച്ചും കൊണ്ടും ആഹാരമില്ലാതെയും ദാഹം കൊണ്ട് തളർന്നും ഒരു ദിക്കിലും ശരണമില്ലാതെ ഹാ ദൈവമേ, ഈ കഷ്ടാവസ്ഥ വന്നു ചേർന്നുവല്ലോ എന്നു പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ദുന്ദുകാരിയുടെ പ്രേതം അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് കഴിക്കുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ദുന്ദുകാരിയുടെ മരണവൃത്താന്തം തീർത്ഥാടനം ചെയ്തു കാലം കഴിക്കുന്ന ഗോകർണൻ സ്വദേശക്കാരിൽ നിന്നും കേട്ടറിഞ്ഞു. മരിച്ചുപോയ ദുന്ദുകാരിക്ക് വേണ്ടുന്ന പാരലൗകിക കർമ്മം നടത്തുവാൻ മറ്റാരുമില്ലെന്നറിഞ്ഞിരിക്കുന്ന ഗോകർണൻ ഗയാശ്രാദ്ധം ചെയ്തു. ഏതേത് തീർത്ഥത്തിൽ പ്രവേശിക്കുന്നുവോ ആ തീർത്ഥങ്ങളിലെല്ലാം ദുന്ദുകാരിയുടെ ഗതിക്കായിക്കൊണ്ട് ശ്രാദ്ധം കഴിക്കും. ഇപ്രകാരം തീർത്ഥാടനം ചെയ്തുകൊണ്ട് ഗോകർണൻ സ്വരാജ്യത്തിൽ വന്നു ചേർന്നു. രാത്രിയിൽ മറ്റാരും കാണാതെ ഗൃഹമുറ്റത്തിൽ ഉറങ്ങാൻ കിടന്നു. തൻ്റെ ബന്ധുവായ ഗോകർണൻ അവിടെ ഉറങ്ങുന്നതായി അറിഞ്ഞ ദുന്ദുകാരിയുടെ പ്രേതം അർദ്ധരാത്രിയിൽ അതിഭയങ്കരമായ സ്വരൂപത്തെ ഗോകർണന് പ്രത്യക്ഷമാക്കി തീർത്തു. ഒരിക്കൽ ആടിൻ്റെയും മറ്റൊരിക്കൽ ആനയുടെയും പിന്നെ ഒരിക്കൽ പോത്തിൻ്റെയും പിന്നെ ഇന്ദ്രൻ്റെയും പിന്നെ അഗ്നിയുടെയും പിന്നെ മനുഷ്യൻ്റെയും ആകൃതികളെ ഗോകർണൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാക്കി കളിച്ചു. വിപരീതങ്ങളായ രൂപഭേദങ്ങളെ കണ്ടിട്ട് ധൈര്യത്തെ അവലംബിച്ചുകൊണ്ട്
ഗോകർണൻ സൽഗതി ലഭിക്കാതെ അലയുന്ന ഒരു പ്രേതമാണിതെന്ന് നിശ്ചയിച്ച ശേഷം അതിനോട് പറഞ്ഞു. ഗോകർണ ഉവാച കസ്തുമുഗ്രതരോ രാത്രൗ കുതോ യാതോ ദശാമിമാം കിം വാ പ്രേതപിശാചോ വാ രാക്ഷസാസീതി ശംസനഃ. ഗോകർണൻ പറഞ്ഞു, രാത്രിയിൽ സഞ്ചരിക്കുന്ന അതിഭയങ്കരനായ നീ ആരാണ്? ഈ അവസ്ഥയിൽ അകപ്പെടുവാൻ എന്താണ് കാരണം? നീ പ്രേതമോ പിശാചോ രാക്ഷസനോ? സത്യം പറയുക. ഗോകർണനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട ആ പ്രേതം വീണ്ടും വീണ്ടും കരഞ്ഞു. വാക്കുച്ചരിപ്പാൻ കഴിയാത്തതുകൊണ്ട് സംജ്ഞ മാത്രം കാണിച്ചു. അനന്തരം ഗോകർണൻ ജലം കയ്യിലെടുത്തു ആ പ്രേതത്തെ പ്രോക്ഷണം ചെയ്തു. ആ ജലസ്പർശനം ഹേതുവായിട്ട് പാപം നശിച്ച പ്രേതം പറയുവാൻ തുടങ്ങി, ഞാൻ നിന്റെ സഹോദരനായ ദുന്ദുകാരിയാകുന്നു. എൻ്റെ സ്വന്തം ദോഷത്താൽ തന്നെ ബ്രാഹ്മണ്യം നശിപ്പിക്കപ്പെട്ടു. മഹത്തായ അജ്ഞാനത്തിൽ ജീവകാലം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് സംഖ്യയില്ല. ലോകങ്ങളെ ഹിംസിക്കുന്നവനായിരുന്ന എന്നെ വേശ്യാസ്ത്രീകൾ എത്രയും ക്ലേശിപ്പിച്ചു വധിച്ചു. അതുകൊണ്ട് പ്രേതഭാവത്തെ പ്രാപിച്ച ഞാൻ ഈ കഷ്ടാവസ്ഥയെ അനുഭവിക്കുന്നു. എനിക്ക് ഭക്ഷണം കാറ്റാകുന്നു. ജന്മാന്തര കർമ്മത്തെ അനുസരിച്ചുള്ള ഫലം ലഭിക്കാതിരിക്കുകയില്ലല്ലോ. ഹേ ബന്ധോ, കരുണാസിന്ധോ, ഹേ ഭ്രാതാവേ, നീ എന്നെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒട്ടും വൈകിക്കരുതെന്ന് വാക്യം കേട്ട് ഗോകർണൻ പ്രേതത്തോട് പിന്നെ പറഞ്ഞു, നിന്റെ സൽഗതിക്കായിക്കൊണ്ട് വിധിപ്രകാരം ഞാൻ ഗയാശ്രാദ്ധം കഴിച്ചു. എന്നിട്ടും എന്തുകൊണ്ട് നീ മുക്തനായില്ല? ഇത് ഏറ്റവും ആശ്ചര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഗയാശ്രാദ്ധത്തിൽ നിന്നും മുക്തി ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ മറ്റൊരു ഉപായം ഞാൻ അറിയുന്നില്ല. ഹേ പ്രേതമേ, ഞാനിനി ചെയ്യേണ്ടത് എന്താണെന്ന് നീ തന്നെ വിസ്തരിച്ചു പറയുക. എത്ര തന്നെ ഗയാശ്രാദ്ധം കഴിച്ചാലും എനിക്ക് മുക്തി ഉണ്ടാകുകയില്ല. പ്രേതം പറഞ്ഞു, അത്ര മഹാപാപിയാകുന്നു ഞാൻ. അന്യമായ ഏതെങ്കിലും ഉപായമുണ്ടോ എന്ന് നീ തന്നെ ആലോചിക്കുക. ഇപ്രകാരം പ്രേതം പറഞ്ഞത് കേട്ട ഗോകർണന് മഹാശ്ചര്യം തോന്നി. 100 ഗയാശ്രാദ്ധം കൊണ്ടും നിനക്ക് മുക്തി ലഭിക്കുകയില്ലെങ്കിൽ നിന്നെ മോചിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഹേ പ്രേതമേ, നീ ഇപ്പോൾ ഭയം കൂടാതെ നിന്റെ സ്ഥാനത്തു ചെന്നിരിക്കുക. നിന്റെ മുക്തിയെ സാധിപ്പിക്കുന്നതായ മഹൽ കൃത്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചറിഞ്ഞ ശേഷം ചെയ്തു കൊള്ളാം. ഗോകർണൻ്റെ ആജ്ഞയനുസരിച്ച് ദുന്ദുകാരി സ്വസ്ഥാനത്തെ പ്രാപിച്ചു. ഗോകർണൻ ആ രാത്രി മുഴുവനും ചിന്തിച്ചു. ദുന്ദുകാരിയെ മോചിപ്പിക്കുവാനുള്ള ഉപായം ധരിച്ചില്ല. കാലത്ത് ജനങ്ങൾ ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞു മടങ്ങി വന്നതിനെ കണ്ടിട്ട് സന്തോഷത്തോടുകൂടെ സംഘമായി വന്നു ചേർന്നു. അവരോട് രാത്രിയുണ്ടായ സംഗതി മുഴുവൻ ഗോകർണൻ പറഞ്ഞു. സാമാന്യന്മാരായ വിദ്വാൻമാർ, യോഗികൾ, വിശേഷജ്ഞാനസമ്പന്നന്മാരായ മഹാപണ്ഡിതന്മാർ, വേദാന്തികൾ എന്നിവരെല്ലാം അനേക ശാസ്ത്രങ്ങളെ പരിശോധിച്ചിട്ടും ദുന്ദുകാരിയുടെ പ്രേതഭാവ നിവൃത്തിക്ക് ഉപായം കണ്ടില്ല. അനന്തരം ആ വിദ്വാൻമാരെല്ലാവരും യോജിച്ച് ദുന്ദുകാരിയുടെ പ്രേതമുക്തിക്കുള്ള മാർഗം എന്താണെന്ന് വേദസ്വരൂപനായ സൂര്യഭഗവാന്റെ അഭിപ്രായം അറിയണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ ഗോകർണൻ യോഗപ്രഭാവത്താൽ സൂര്യഗതിവേഗത്തെ തടസ്സം ചെയ്തു. ഹേ ജഗൽ സാക്ഷിയായുള്ളോനെ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ദുന്ദുകാരിയുടെ പ്രേതഭാവത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഉപകരിക്കുന്ന കർമ്മം എന്താണെന്ന് അങ്ങ് അരുൾ ചെയ്യണം. സൂര്യഭഗവാൻ ഗോകർണ വചനം കേട്ടിട്ട് ദൂരത്തിൽ നിന്നു തന്നെ സ്പഷ്ടമായി ഇപ്രകാരം പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മുക്തി ലഭിക്കും. 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക. ഇപ്രകാരം സൂര്യൻ പറഞ്ഞതിനെ എല്ലാവരും കേട്ടു. ആ വചനത്തെ ധർമ്മസ്വരൂപമായിട്ട് നിശ്ചയിച്ചു. എത്ര മണിപ്പെട്ടാലും ഈ കാര്യം വേണ്ടും വിധം നടത്തണമെന്ന് സർവരും ചേർന്ന് പറഞ്ഞു. 7 ദിവസം കൊണ്ട് ഭാഗവതം വായിപ്പാനും അങ്ങനെ വായിച്ചു തീർത്താൽ പ്രേതത്വമുക്തി വരുന്നതാണെന്ന് നിശ്ചയിച്ച ഗോകർണൻ വായിപ്പാൻ ഒരുങ്ങി. അത് കേൾപ്പാനായിട്ടവിടെ ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ വന്നുകൂടി. മുടന്തന്മാർ, അന്ധന്മാർ, വൃദ്ധന്മാർ, മൂഢന്മാർ മുതലായ പലരും അവരുടെ പാപക്ഷയത്തിനായിട്ട് സപ്താഹ ശ്രവണത്തിനു വന്നു. സംഘം വളരെ വലുതായിരുന്നു. ദേവന്മാർക്കു കൂടെ ആശ്ചര്യം ജനിപ്പിക്കുവാൻ മതിയായിരുന്നു. ഗോകർണൻ ഭാഗവതം വായിക്കാൻ ഉത്കൃഷ്ടമായ ആസനത്തിലിരുന്നപ്പോൾ ദുന്ദുകാരിയുടെ പ്രേതവും തനിക്കിരിപ്പാൻ ഉചിതമായ സ്ഥാനത്തെ നിരീക്ഷണം ചെയ്തുകൊണ്ട് അവിടെ വന്നു.
വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തിൻ്റെ സമീപത്തിൽ 7 കമ്പുകളോടുകൂടിയ ഒരു മുള അത്യുച്ചത്തിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലുള്ള ദ്വാരത്തിൽ പ്രേതം പ്രവേശിച്ചു ഭാഗവതം കേൾപ്പാനിരുന്നു. കാറ്റിൻ്റെ സ്വരൂപത്തോടുകൂടിയ ആ പ്രേതം ചഞ്ചലമായ ആ നിലയിൽ കഥാശ്രവണം സുഖകരമല്ലായ്കയാൽ മുളയുടെ മൂലത്തിൽ സ്ഥിരമായ ആസനത്തെ ആശ്രയിച്ചിരുന്നു. ഇതുകൊണ്ട് കഥാശ്രവണത്തിന് സ്ഥിരാസനം ആവശ്യമാണെന്ന് സിദ്ധിക്കുന്നു. ശ്രദ്ധായുക്തനും അഭിജ്ഞനുമായ ഒരു മുഖ്യ ശ്രോതാവില്ലാതെ കഥാകഥനം ശോഭനമല്ലായ്കയാൽ വിഷ്ണുഭക്തനായ ഒരു ബ്രാഹ്മണനെ മുഖ്യ ശ്രോതാവായി ഗോകർണൻ നിശ്ചയിച്ചു. പ്രഥമ സ്കന്ധം മുതൽ കഥ ആരംഭിച്ചു. ശ്രോതാക്കന്മാരെല്ലാം ധരിക്കത്തക്ക വിധം സ്പഷ്ടമായി വായിച്ചു. ദിവസാവസാനത്തിൽ കഥ നിർത്തി. അപ്പോൾ അത്യാശ്ചര്യകരമായ ഒരു സംഭവമുണ്ടായി. സപ്താഹവിധി സാക്ഷാൽ ബ്രഹ്മദേവൻ ശ്രീ നാരദമുനിക്ക് ഉപദേശിച്ച അവസരത്തിൽ നാരദൻ ബ്രഹ്മാവിനോട് ഇങ്ങനെ ചോദിച്ചു: ഹേ പിതാവേ, ഓരോ ദിവസം സപ്താഹ പാരായണം നടത്തുമ്പോൾ എത്രയെത്ര അധ്യായങ്ങളാണ് വായിക്കേണ്ടത്? നാരദരുടെ ഈ ചോദ്യത്തിന് ബ്രഹ്മാവ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു: 1-ാം ദിവസം വരാഹാവതാരം വരെ, 2-ാം ദിവസം ഭരതകഥ വരെ, 3-ാം ദിവസം നരസിംഹാവതാരം വരെ, 4-ാം ദിവസം വംശവർണ്ണനം വരെ, 5-ാം ദിവസം ഭഗവാന്റെ ഗുരുകുലവാസവും ഗുരുദക്ഷിണയും കഴിയുന്നതുവരെ, 6-ാം ദിവസം അവതാര ലീലാ സമാപ്തി വരെ, 7-ാം ദിവസം ശ്രീ ശുഗപൂജ കഴിയുന്നതുവരെ. ഇതാണ് സപ്താഹ പാരായണ ക്രമം. ഇതിനെ അനുസരിച്ച് പ്രഥമ ദിവസ പാരായണം അവസാനിച്ചപ്പോഴാണ് ആശ്ചര്യകരമായ ഒരു സംഭവമുണ്ടായത്. കേട്ടിരിക്കുന്ന സജ്ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കെ മുളയുടെ 1-ാമത്തെ കമ്പ് പൊട്ടിപ്പോയി. അതുപ്രകാരം 2-ാം ദിവസം സന്ധ്യയിൽ 2-ാമത്തെ ഗ്രന്ഥിയും പൊട്ടി. ഇങ്ങനെ 7 ദിവസം കൊണ്ട് 7 കമ്പും പൊട്ടിപ്പോയി. 12 സ്കന്ധങ്ങളുടെ ശ്രവണത്തിൽ നിന്ന് സിദ്ധിച്ച മഹൽ പുണ്യലാഭത്താൽ പ്രേതം പ്രേതഭാവത്തെ വെടിഞ്ഞ് ദിവ്യരൂപധരനായി ഭവിച്ചു. തുളസിമാലയാൽ അലങ്കരിക്കപ്പെട്ടും മഞ്ഞ പട്ടുടുത്തും മേഘം പോലെ ശ്യാമള നിറത്തോടും കിരീടകുണ്ടലങ്ങളെ ധരിച്ചും കൊണ്ടും സഹോദരനായ ഗോകർണനെ നമസ്കരിച്ച് ഈ വിധം പറഞ്ഞു: ത്വയാഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകശ്മലാത് ധന്യ ഭാഗവതീ വാർത്ത പ്രേതപ്രീഡാ വിനാശിനി. കരുണയോടുകൂടെ നീ എന്നെ പ്രേതരൂപത്തിൽ ഇരിക്കേണ്ടതായി വന്ന പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. പ്രേതപീഡയെ നിശേഷം നശിപ്പിക്കുവാൻ തക്ക മാഹാത്മ്യത്തോടുകൂടിയ ഭാഗവത കഥ ഏറ്റവും ധന്യം തന്നെ. ശ്രീകൃഷ്ണ ലോകത്തെ ശ്രോതാക്കന്മാർക്ക് ദാനം ചെയ്യുന്നതായ സപ്താഹ പാരായണവും അതേപ്രകാരം ധന്യം തന്നെ. സപ്താഹ പാരായണം കേൾപ്പാനിരിക്കുന്നവരെ ബാധിച്ചിരിക്കുന്ന സർവ്വപാപങ്ങളും വിറയ്ക്കുന്നു. ഈ ഭാഗവത കഥ ഞങ്ങളെ നശിപ്പിക്കും. ഇത് കേട്ടിരിക്കുന്ന ഈ ജനങ്ങളിൽ ഞങ്ങൾക്കിരിപ്പാൻ ശക്തിയില്ല എന്ന് പാപങ്ങൾ വിചാരിക്കുന്നു. എല്ലുകളാകുന്ന തൂണുകളിൽ ഞരമ്പുകളാകുന്ന കയറുകൊണ്ട് കെട്ടി ഉറപ്പിക്കപ്പെട്ടും മാംസം രക്തം എന്നിവയാൽ ലേപനം ചെയ്യപ്പെട്ടും തോലിനാൽ മൂടപ്പെട്ടും മലമൂത്രങ്ങളുടെ പാത്രമായിരിക്കുന്ന നിമിത്തം ദുർഗന്ധത്തോടു കൂടിയതും ജരാബാധയുടെ പരിഭാഗകാലത്തിൽ അതിക്ലേശത്തോടു കൂടിയതും രോഗങ്ങളുടെ ഭവനമായിരിക്കയാൽ സർവദാ ദുഃഖഭൂയിഷ്ടവും തൃപ്തി വരുത്താൻ പ്രയാസമായിരിക്കുന്നതും ധരിപ്പാൻ എളുപ്പമില്ലാത്തതും ദുഷിച്ചതും വാദപിത്ത കപാദി ദോഷങ്ങളോടു കൂടിയതും ക്ഷണത്തിൽ നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും അവസാനത്തിൽ പുഴുക്കളായിട്ടോ മലമായിട്ടോ ഭസ്മമായിട്ടോ കലാശിക്കുന്നതുമാണ് ശരീരമെന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. അസ്ഥിരമായ ഈ ശരീരം കൊണ്ട് ഈ ജനം സ്ഥിരമായ ധർമാധികാര്യത്തെ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ശരീരം ബഹുകാലം നിലനിൽക്കുകയില്ലെന്ന് നിശ്ചയിപ്പാൻ വളരെ ഒന്നും ആലോചനാശക്തി ആവശ്യമില്ല. ശരീരത്തെ നിലനിർത്തുന്നതായ അന്നാദി കാരണങ്ങളുടെ ഗുണം എന്താണെന്ന് ആലോചിക്കേണ്ടതല്ലയോ? രാവിലെ പചിച്ചതായ അന്നം യാതൊന്നോ അത് വൈകുന്നേരത്തേക്ക് നശിക്കുന്നതായിട്ട് കാണുന്നില്ലേ? വൈകുന്നേരം ആവുമ്പോഴേക്കും ചീഞ്ഞളിഞ്ഞ് കേടുവന്നു പോകുന്നുവല്ലോ. അത്ര വേഗത്തിൽ കേടുവന്നു പോകുന്ന അന്നരസത്താൽ നന്നായി പോഷിക്കപ്പെടുന്ന ശരീരത്തിൽ നാശമില്ലായ്മ എങ്ങനെ സംഭവിക്കും? കാരണഗുണമല്ലേ കാര്യത്തിൽ കാണപ്പെടുകയുള്ളൂ. ക്ഷണഭങ്കുരമായ അന്നരസത്തിൻ്റെ കാര്യമായ ശരീരവും ക്ഷണഭങ്കുരമാണെന്നറിഞ്ഞു. അതിൻ്റെ നാശത്തിനു മുമ്പ് തന്നെ ശാശ്വതമായ സ്ഥാനത്തെ പ്രാപിപ്പാൻ അതിനെ ഉപയോഗപ്പെടുത്തും. സപ്താഹശ്രവണം കൊണ്ട്
സർവസന്താപങ്ങളെയും തീർത്ത് പരമാനന്ദത്തെ നൽകുന്ന ശ്രീഹരി സമീപസ്ഥനായി വരുന്നു. അതുകൊണ്ട് പാപപരിഹാരാർത്ഥം ശ്രീമദ് ഭാഗവത പുരാണ ശ്രവണം തന്നെ ഉത്തമ സാധനം. അതിലേർപ്പെടാതെ ജീവിതം കഴിക്കുന്നവരുടെ ജനനം നീർപ്പോളകൾ എന്ന പോലെയും ഈച്ചകൾ, കൊതുകുകൾ മുതലായ പ്രാണികളെ എന്ന പോലെയും നശിപ്പാൻ മാത്രമായിട്ട് കലാശിക്കുന്നു. പരമപുരുഷാർത്ഥ പ്രാപ്തി സാധനമായി ഭവിക്കുന്നില്ല. അതെത്രയും കഷ്ടമാകുന്നു. ജഡവും വിരസവുമായ വേണുവിൻ്റെ ഗ്രന്ഥികൾ യാതൊരു കഥാവസരത്തിൽ പൊട്ടിപ്പിളർന്നുവോ, ആ മഹാഭാഗവത കഥാശ്രവണം കൊണ്ട് ചിത്തത്തിൽ നിറഞ്ഞിരിക്കുന്ന വാസനകളാകുന്ന ഗ്രന്ഥികൾ നിശേഷം നശിക്കുന്നതിൽ ആശ്ചര്യപ്പെടുവാനുണ്ടോ? സപ്താഹശ്രവണം സാധിക്കപ്പെടുന്ന സമയത്തിൽ ശ്രോതാക്കളുടെ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു. അസംഭാവന, വിപരീത ഭാവന മുതലായ സർവ്വ സംശയങ്ങളും നശിക്കുന്നു. പൂർവജന്മങ്ങളിൽ സഞ്ചയിക്കപ്പെട്ടവയും ഈ ജന്മത്തിൽ ചെയ്തതുമായ കർമ്മങ്ങൾ നശിക്കുന്നു. ഈ ശരീരം ഉണ്ടാകുവാൻ കാരണമായ പ്രാരബ്ധമാകട്ടെ ബലാനുഭവം കൊണ്ടും നശിക്കുന്നു. അതിനാൽ ഇനിമേൽ ജനനമരണങ്ങൾക്ക് അവകാശമില്ലാതെയാകുന്നു. സംസാരമാകുന്ന ചളി കഴുകിക്കളയുവാൻ അത്യന്തം സമർത്ഥമായിരിക്കുന്ന ഈശ്വര കഥാരൂപമായ തീർത്ഥമിരിക്കുമ്പോൾ ചിത്തത്തിൽ ചളി പറ്റുവാൻ അവകാശമില്ലാത്തതുകൊണ്ട് ചിത്തം നിർമ്മലമായിരിക്കുമെന്നു തന്നെ വിദ്വാൻമാർ നിശ്ചയിച്ചിരിക്കുന്നു. ദിവ്യദേഹം ധരിച്ചിരിക്കുന്ന ദുന്ദുകാരി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 4 ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന പ്രഭാമണ്ഡലത്തോടു കൂടിയതും വൈകുണ്ഠവാസികൾ ഇരിക്കുന്നതുമായ വിമാനം പ്രത്യക്ഷമായി. സർവ്വജനങ്ങളും കണ്ടുകൊണ്ടിരിക്കെ ദുന്ദുലിയുടെ പുത്രൻ ആ വിമാനത്തിൽ കയറി. വിമാനത്തിലിരിക്കുന്ന വൈഷ്ണവന്മാരെ കണ്ടിട്ട് ഗോകർണൻ ഇപ്രകാരം പറഞ്ഞു. ഗോകർണ ഉവാച അത്രൈവ ബഹവഃ സന്തി ശ്രോതാരോ മമ നിർമ്മലാഃ ആനീതാനി വിമാനാനി നതേഷാം യുഗപത് കുതഃ. ഇവിടെ തന്നെ എൻ്റെ വായന കേട്ടുകൊണ്ടിരിക്കുന്ന നിർമ്മലന്മാരായവർ ഒരുപാട് പേരുണ്ടല്ലോ. അവർക്കെല്ലാവർക്കും ഒരേ സമയത്തിൽ വിമാനങ്ങൾ കൊണ്ടുവരാതിരിപ്പാൻ എന്താണ് കാരണം? ശ്രവണം സമഭാഗേന സർവേഷാമിഹ ദൃശ്യതേ ഫലമേത കുതോ ജാത പ്രബ്രുവന്തു ഹരിപ്രിയാഃ. എല്ലാവരും ഒരുപോലെ കേട്ടുവെന്ന് കാണപ്പെടുന്നു. ഫലത്തിൽ ഭേദമുണ്ടാവാൻ എന്താണ് കാരണം? ഹേ ശ്രീഹരിപ്രിയന്മാരെ, നിങ്ങൾ ഈ സംശയം തീർത്തു തരണം. ഹരിദാസ ഊജുഹു ശ്രവണസ്യ വിഭേദേന ഫലഭേദോപി സംസ്ഥിതഃ ശ്രവണം തു കൃതം സർവൈർ നത്തദാ മനനം കൃതം. കാരണഭേദം നിമിത്തം കാര്യഭേദം കാണപ്പെടുന്നു എന്നുള്ള ന്യായാനുസരണം ഹരിദാസന്മാർ മറുപടി പറയുന്നു. ശ്രവണത്തിൻ്റെ വിശേഷവിധിയിൽ നേരിടുന്നതായ ഭേദത്താൽ ഫലത്തിലും ഭേദമുണ്ടാകുന്നു. എല്ലാവരും പുരാണം വായിക്കുന്നത് കേട്ടു. അതുപ്രകാരം എല്ലാവരും ഒരുപോലെ മനനം ചെയ്തില്ല. ഭജനഭേദം നിമിത്തവും ഹേ പൂജ്യ ഫലഭേദമുണ്ടായിരിക്കുന്നു. 7 രാത്രി ഉപവാസം ദീക്ഷിച്ചുകൊണ്ടുതന്നെ പ്രേതത്താൽ ശ്രവിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രേതത്താൽ മനസ്സിനെ സ്ഥിരമാക്കിയിട്ട് മനനം, നിധിധ്യാസനം മുതലായവയും ചെയ്യപ്പെട്ടു. ജ്ഞാനം ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ മനനാദികൾ ഉണ്ടായിരിക്കണം. അല്ലാഞ്ഞാൽ ആ ജ്ഞാനം ക്രമത്തിൽ നശിക്കും. കേൾക്കുന്നതിലും മനസ്സിനെ ശരിക്കു നിർത്തണം. വീണ്ടും കഥാശ്രവണം ഉണ്ടായാൽ അതിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും വൈകുണ്ഠത്തിൽ വാസം ലഭിക്കും നിശ്ചയം. ഹേ ഗോകർണ, നിനക്കാകട്ടെ ശ്രീ ഗോവിന്ദൻ തന്നെ ഗോലോകത്തെ നൽകും. കുമാര ഊജു ഏവമുക്തായയു സർവേ വൈകുണ്ഠം ഹരികീർത്തനാഃ ശ്രാവണേ മാസി ഗോകർണ കഥാമൂജേ തഥാ പുനഃ. കുമാരന്മാർ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീഹരികീർത്തനം ചെയ്യുന്ന അവർ വൈകുണ്ഠത്തിലേക്ക് പോയി. ഇനി ഒരിക്കൽ കൂടെ സപ്താഹയത്നം നടത്തുകയും വിധിപ്രകാരം ശ്രവണ മനനാദികൾ നിർവഹിക്കുകയും ചെയ്താൽ എല്ലാവർക്കും വൈകുണ്ഠം ലഭിക്കുമെന്ന് ഹരിദാസന്മാർ പറഞ്ഞതിനെ അനുസരിച്ച് ഗോകർണൻ ചിങ്ങമാസത്തിൽ 2ാമതും കഥ നടത്തി. സപ്താഹ പാരായണം വീണ്ടും എല്ലാ ജനങ്ങളും ശ്രവിച്ചു. ഹേ നാരദ, കഥാസമാപ്തിയിൽ സംഭവിച്ചതായ അത്ഭുതം പറയാം, കേട്ടുകൊള്ളുക. ഭക്തജനങ്ങളോടും വിമാനങ്ങളോടും കൂടെ അവിടെ ശ്രീഹരി തന്നെ പ്രത്യക്ഷനായി വന്നു. അപ്പോൾ ജയശബ്ദങ്ങളും നമശബ്ദങ്ങളും അവിടെ മുഴങ്ങി. സന്തോഷാധിക്യം നിമിത്തം ശ്രീഹരി തന്നെ പാഞ്ചജന്യത്തെ ധ്വനിപ്പിച്ചു. ഗോകർണനെ ആലിംഗനം ചെയ്തിട്ട് തന്നോട് തുല്യമായ രൂപം ഉള്ളവനാക്കി തീർത്തു.
ശ്രീഹരിക്ഷണത്തിൽ ശ്രോതാക്കന്മാരായ മറ്റു ജനങ്ങളെയും നീലമേഘശ്യാമളന്മാരും മഞ്ഞപ്പട്ടു ധരിച്ചവരും കിരീടകുണ്ടലാദികൾ അലങ്കരിക്കപ്പെട്ടവരുമാക്കി തീർത്തു. ആ ഗ്രാമത്തിൽ ശൊഭജ ചാണ്ടാളാദികളായ ഏതെല്ലാം ജാതിയിലുൾപ്പെട്ട ജീവന്മാർ വസിക്കുന്നുവോ അവരെയെല്ലാം ഗോകർണൻ്റെ പേരിലുള്ള കാരുണ്യാതിശയം നിമിത്തം ശ്രീഹരി വിമാനത്തിൽ കയറ്റി. യോഗബലത്താൽ ഏതൊരു ലോകത്തെ യോഗികൾ പ്രാപിക്കുന്നുവോ ആ ലോകമായ വൈകുണ്ഠത്തെ ഭഗവാൻ ശ്രീഹരി അവരെ പ്രാപിപ്പിച്ചു. വേദമര്യാദയെ പരിപാലിക്കുന്നവനായതുകൊണ്ട് ഗോപാലൻ എന്നും പ്രസിദ്ധനായ ഭഗവാൻ ഭക്തവത്സലൻ കഥാശ്രവണം ചെയ്തവരിൽ സന്തുഷ്ടനായതുകൊണ്ട് അവർക്കെല്ലാം സാലോക്യമുക്തിയെ ദാനം ചെയ്തു. ഏതൊരു ലോകത്തിൽ സൂര്യനും ചന്ദ്രനും സിദ്ധന്മാർക്കും കൂടെ ഏതൊരു കാലത്തിലും ഗതി ലഭിക്കുന്നില്ലയോ ആ ലോകത്തെ ശ്രീമദ് ഭാഗവത ശ്രവണജന്യമായ പുണ്യാധിക്യത്താൽ ആ ജനങ്ങൾ പ്രാപിച്ചു. സപ്താഹയത്നരൂപമായി നടത്തപ്പെടുന്ന കഥകളുടെ ശ്രവണത്താൽ സമ്പാദിക്കപ്പെടുന്ന അത്യുജ്വലമായ പുണ്യപൂരത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയോട് എങ്ങനെ പറഞ്ഞറിയിക്കട്ടെ? അസാധ്യം തന്നെ. ഗോകർണലാൽ നടത്തപ്പെട്ട കഥാപ്രസംഗാവസരത്തിൽ യാതൊരുത്തരുടെ ശ്രോത്രത്തിൽ ഒരു പദമെങ്കിലും പ്രവേശിച്ചുവോ അവരാരും രണ്ടാമത് ഗർഭത്തിൽ പ്രവേശിച്ചിട്ടില്ല. ശ്രദ്ധാപൂർവം കഥ കേൾക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പരയായ ഭക്തി തന്നെ മുക്തിയെ നൽകുമെന്നു സാരം. സപ്താഹഗാഥാശ്രവണത്താൽ യാതൊരു ഗതിയെ ജനങ്ങൾ പ്രാപിക്കുന്നുവോ ആ ഗതിയെ വായു, ജലം, ഉണങ്ങിയ ഇലകൾ മുതലായതിനെ ഭക്ഷിച്ച് ദേഹത്തെ ശോഷിപ്പിക്കുകയും ചിരകാലം ആചരിക്കുകയും ചെയ്യുന്ന കഠിന തപസ്സുകൊണ്ടും യോഗങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്നതല്ല. മുനീശ്വരനായ ശാണ്ഡില്യൻ ബ്രഹ്മാനന്ദത്തെ സാക്ഷാത്കരിച്ചതിൽ മുങ്ങിയവനായിരിക്കുന്നുവെങ്കിലും പുണ്യമായിരിക്കുന്ന ഈ ഇതിഹാസത്തെ, അതായത് ഈ ഭാഗവത കഥയെ ചിത്രകൂടത്തിലിരുന്ന് നിത്യവും പഠിക്കുന്നു. അത്യന്തം പരിശുദ്ധവും ഉത്കൃഷ്ടവുമായ ഈ ആഖ്യാനം ഒരു പ്രാവശ്യം കേൾക്കുന്നവരുടെ പാപസമൂഹത്തെ നിശേഷം ദഹിപ്പിക്കും. ശ്രാദ്ധ ദിവസം കീർത്തിക്കുന്നതുകൊണ്ട് പിതൃക്കൾ തൃപ്തന്മാരായി വരും. എല്ലാ ദിവസവും അക്ഷരവീഴ്ചകളും സ്വരഭേദങ്ങളും സ്ഖലിതങ്ങളും നേരിടാത്ത വിധം വേണ്ടും വിധം പഠിക്കുന്നതുകൊണ്ട് പുനർജന്മരഹിതമായിരിക്കുന്ന പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കും. 5-ാമത്തെ അധ്യായം സമാപിച്ചു. ബാക്കി അടുത്ത ദിവസം. ഹരി ഓം.